ഇടുക്കി മറയൂർ മേഖലയിൽ കേരള വിഷൻ ഫൈബർ കേബിൾ നശിപ്പിച്ചതിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോടതി ഉത്തരവുകൾ ലംഘിച്ച് വൈദ്യുതി പോസ്റ്റുകളിലൂടെയുള്ള ഫൈബർ കേബിളുകൾ KSEB ജീവനക്കാർ വ്യാപകമായി മുറിച്ചു മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് COA മറയൂർ KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും സമരവും നടത്തിയത്. COA ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, ഡിജിറ്റൽ TV, സർക്കാർ പദ്ധതിയായ K-ഫോൺ, BSNL തുടങ്ങിയവയുടെ പ്രധാന സിഗ്നൽ കേബിളുകളാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ വെട്ടിമാറ്റിയത്. ഇതോടെ സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വീടുകൾ എന്നിവിടങ്ങളിലെ ഇന്റർനെറ്റ്, ടെലിവിഷൻ സേവനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. ആദിവാസി മേഖലകൾക്കുൾപ്പെടെയുള്ള വിദൂര പ്രദേശങ്ങളിലെ K-ഫോൺ അടക്കമുള്ള സംവിധാനങ്ങളെയും ഇത് സാരമായി ബാധിച്ചു. വൈദ്യുതി പോസ്റ്റുകൾക്ക് കൃത്യമായി വാടക നൽകുന്ന സാഹചര്യത്തിലാണ് KSEBയുടെ അനധികൃത നടപടി. കേബിൾ ഓപ്പറേറ്റർമാരുടെ പേരിൽ വ്യാജമായി കൂടുതൽ പോസ്റ്റുകൾ എഴുതി ചേർത്ത് അമിത തുക ഈടാക്കാനാണ് ഉദ്യോഗസ്ഥരുടെ ശ്രമമെന്ന് COA അറിയിച്ചു. അടിമാലി കത്തിപ്പാറയിലെ ഡിവിഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കേബിൾ ഓപ്പറേറ്റർമാരെ ഭീഷണിപ്പെടുത്തുന്നതായും വൻകിട കുത്തക കമ്പനികളെ സഹായിക്കാൻ ചെറുകിട സംരംഭകരെ ദ്രോഹിക്കുകയാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഇന്റർനെറ്റ് അവശ്യ സർവീസാണെന്നും കേബിളുകൾ മുറിച്ചു മാറ്റരുതെന്നുമുള്ള ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് KSEB ഉദ്യോഗസ്ഥരുടെ ഈ നിയമലംഘനം. ഇതിനെതിരെ ശക്തമായ നിയമപോരാട്ടവും പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും സംഘടന അറിയിച്ചു. മറയൂർ മേഖല കേബിൾ TV ഓപ്പറേറ്റർ S. അണ്ണാദുരൈയുടെ അധ്യക്ഷതയിൽ നടത്തിയ പ്രതിഷേധം COA ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ ഉദ്ഘാടനം ചെയ്തു. അണ്ണാദുര പറഞ്ഞതുപോലെ 40 വർഷത്തോളമായി ഇവിടെ കേബിൾ TV പ്രസ്ഥാനം ഈ പാവപ്പെട്ട ഓപ്പറേറ്റർമാർ നടത്തുവാൻ തുടങ്ങി. കേരളത്തിലെ ഏതാണ്ട് 6000-ഓളം വരുന്ന ഓപ്പറേറ്റർമാരാണ് കേരള വിഷൻ്റെ കീഴിൽ കേബിൾ TVയും ഇൻ്റർനെറ്റ് വിതരണവും നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി രാജ്യത്ത് ഉടനീളം എല്ലാ സ്റ്റേറ്റുകളിലും റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് പോസ്റ്റുകളുടെ വാടക ഏകീകരിക്കുകയുണ്ടായി. മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ്, സെക്രട്ടറി ഷീമോൻ, ബിജു പൗലോസ് എന്നിവരും കേരള വിഷൻ ജീവനക്കാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.